ഹലോ ഫ്രണ്ട്സ്, ഡി എ ഫാമിലി ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ട് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളുടെ വീഡിയോ ആയിട്ടാണ്. അപ്പൊ അതാ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതാ നല്ല മഴയുണ്ട് രാവിലെ തന്നെ. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലി സാമ്പാർ കേട്ടോ. സാമ്പാറാണ് ഉണ്ടാക്കിയ പിന്നെ ഉച്ചയ്ക്കും ഒക്കെ ആയല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഇഡ്ഡലിക്ക് സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊക്കെ ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഇഡ്ഡലിയും കൂടി ആവാനുള്ളൂ കേട്ടോ. കറി ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അടുക്കളേൻ്റെ ഇടയിൽ നിന്ന് ഏട്ടനെ കുട്ടിയാണ് വിളിക്കട്ടെ വിചാരിച്ചു നിന്നിട്ട്. അപ്പോൾ ഇതാ രണ്ടാളും ഇവിടെ നീറ്റിയിലാണ്. എന്ത് രണ്ടാക്കും പരിപാടി? അടിയോ? ഇതെന്നല്ലേ ഞങ്ങള് ദേവൂട്ടിന് സ്കൂളിലേക്ക് വല്ല സാധനങ്ങൾ വാങ്ങിക്കാൻ പോയപ്പോ അതിനൊക്കെ ഒരു കുട വാങ്ങിച്ചിട്ടോ. രണ്ടാൾ നീറ്റ് വന്നപ്പോ തന്നെ ഇപ്പൊ ഒന്ന് കുടയിലാണ് കളി. അവനെയാ ഗുഡ് മോർണിംഗ്. രണ്ടാളും പോയാണ്ട് ബ്ലാക്കിക്ക് മാമൂർത്തേ. അടിയോ? കൊടയും ചൂടി പോവാ. ും കൂടെ ബ്ലാക്കിക്കും ചോറ് കൊടുക്കാൻ പോയി വന്നിട്ടുണ്ടേ. ആദ്യമൊക്കെ ദേവൂട്ടനെന്ന് കേട്ടോ ഏട്ടൻ്റെ കൂടെ ഉണ്ടെന്നെ. ഇപ്പം അനിമോളായിട്ടുണ്ട്. അനിമോൾ പെന്നും ചോറ് കൊടുക്കുമ്പോൾ ഞാനുണ്ട് പറഞ്ഞ് വേഗം കൂടെ പോരും. അവനെയാ മുട്ടി ബ്ലാക്കിക്ക് മാമ കൊടുക്കാൻ വേണ്ടി പോന്താ. അപ്പോൾ ബ്ലാക്കീൻ്റെ കൂടെ കാകം നനഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മഴ പെയ്യിട്ട് ഭയങ്കര ചീറ്റലടിക്കുന്നുണ്ട്. ബ്ലാക്കി കോഴിയാളൊന്നും വിട്ടിട്ടില്ല, മഴ ആറ്റിയാൽ വിട്ടിട്ടില്ല കേട്ടോ. കോഴിയാളെ ഞാൻ വിട്ടു തരാം. കോഴിക്കുഞ്ഞുങ്ങളുണ്ടായതുകൊണ്ട് അവരെ വിടലൊന്നും ഇല്ല. അപ്പോൾ ഒന്നാത്തന്നെ ഒന്നിനെ കൊണ്ടുപോയിട്ടുണ്ട്. ഇതിലും ഉണ്ട് 2 കോഴിക്കൾ. അവരെയും കൂടി വിട്ടിട്ടോ. കണ്ടോ, കോഴിയെ വിട്ട ഉടനെ ബ്ലാക്കിനെ ചോറെടുക്കാണ് കേട്ടോ ഒക്കെ പോകുന്നത്. ബ്ലാക്കി പിന്നെ എപ്പോഴും ഒരു പാവാണ്. അതുകൊണ്ട് പിന്നെ ഒന്നിനൊരു പ്രശ്നമല്ല, ചോറെടുത്താലും പ്രശ്നമല്ല, ഒന്നും പ്രശ്നമല്ല കേട്ടോ. അവർക്ക് ഏട്ടതാ ചോറൊക്കെ കൊടുത്തു കഴിഞ്ഞ് പോവുകയാണ്. ഇവിടെ ഇന്നലെ ചെറിയൊരു മരം പൊളിഞ്ഞടിയിട്ടുണ്ട്. അപ്പോൾ അത് വെട്ടാൻ വേണ്ടി പോവുകയാണ്. സഹായിക്കാതാക്കണ് കൂടെ നമ്മുടെ ആവണി ഉണ്ട് ഹെൽപ്പ് ചെയ്യാൻ. ചെറിയൊരു മരം കേട്ടോ. ഇതിനെന്താ പേരേട്ടാ? ആനത്തകര. ഇതൊരു ഔഷധമാണ്. പക്ഷെ ഇതിപ്പോൾ ഇവിടെ ഉണ്ടായാൽ നമുക്ക് ഭയങ്കര ഗതികേടാണ്. നമ്മൾ കഴിഞ്ഞിട്ട് കൊടുക്കുന്ന വളമൊക്കെ വലിച്ചെടുക്കും. അപ്പോൾ ഇത് ഞാൻ 2-3 തവണ ഇത് വെട്ടിയിട്ടതാണ്. പക്ഷെ പിന്നീട് ഉണ്ടായി അപ്പോൾ അത് പുഴങ്ങി വീണതായിട്ട്. അപ്പോൾ അതൊന്ന് കളയാന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതിൻ്റെ ചില്ലകളൊക്കെ ഒന്ന് വെട്ടിയിട്ട് വലിച്ചെടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ആ കുഞ്ഞോ കഴിഞ്ഞു. ഇത് വലിച്ചെടുക്കുക കേട്ടോ. കഴിയില്ലേട്ടാ മറ്റേ ഞാനും കൂടി വരട്ടോ. നമ്മളിതാ അവിടെ അതിന് ക്ലീൻ ആക്കിട്ടോ. അയ്യോ ഞാൻ പോരാട്ടാ. അവിടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കരിഞ്ഞൊടിച്ചിട്ടുണ്ടാവും. ഞാൻ അടുക്കളേക്ക് പോയി നോക്കട്ടെ. അവിടെ എന്തെങ്കിലും ഒന്ന് കരിഞ്ഞിട്ടുണ്ടാവും. അവിടെ ഇട്ടിട്ട് നമുക്ക് വന്നത് പോയി നോക്കട്ടെ കേട്ടോ. ഒന്ന് നോക്കുമ്പോൾ നമ്മളെ കറിയത്തൊക്കെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. പിന്നെ നാളേരതാ ഒരു ഭാഗം നന്നായിട്ട് കരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതാണ് അവസ്ഥ. എന്തെങ്കിലും ഒരു പരിപാടിക്ക് പോയാൽ ഇവിടുത്തെ കുളവും. സാമ്പാർ ഇവിടെ റെഡി ആവാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ ഇഡ്ഡലിയും കൂടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇഡ്ഡലി തയ്യാറായിട്ടുണ്ട്. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് ഞാനൊന്ന് വേഗം പോയി കുളിച്ചിട്ടോ. അപ്പം നമുക്ക് എല്ലാവർക്കും കൂടി ചാടിക്കാം. ഇവിടെ ഒരാൾക്ക് ലേശം അർജന്റ് രാവിലെ പോകാനായിട്ടോ. പക്ഷെ ഇവിടെ ഒരാള് രാവിലെ നീറ്റ് അപ്പം കഴിക്കുന്ന ആളാണ്. ഇന്ന് ഇഡ്ഡലി സാമ്പാർ ലേശം വൈകി പോയി. ഞങ്ങളെല്ലാവരും കൂടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനേ. ഏട്ടൻ കുറച്ച് വൈകിട്ടുണ്ടെന്ന് പോകാൻ വേണ്ടിയിട്ട്. എന്താ വെച്ചാൽ പുറത്തത്തെ പണിയും കൂടി ആയപ്പോഴേ ഒന്ന് വൈകി പോയതാട്ടോ. അപ്പം ഇനിയിപ്പോൾ കലാശക്കൊട്ട് തുടങ്ങാനായിട്ടുണ്ട്. സ്കൂൾ തുറക്കാറായില്ല, ഇനി കുറച്ച് ദിവസം കൂടി ഉള്ളൂ. പിന്നെ പറയണ്ട, ഫുള്ള് ഇങ്ങനെ തന്നെ ജഗ പോകാം. ഞങ്ങൾ വേഗം ചായയുടെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അടുക്കള ആകെ അലങ്കോളായിട്ട് കിടക്കുന്നുണ്ട്. കേട്ടോ ഫുള്ള് ആകെ വലിച്ചു വരി കിടക്കും. അപ്പം ഇതൊക്കെ ഒന്ന് റെഡിയാക്കാനുണ്ട്. അപ്പം എന്തായാലും നല്ലൊരു കാലാവസ്ഥ കിട്ടിയിട്ടുണ്ട്. നല്ല വെയിലാണ് കേട്ടോ. പുറത്ത് മഴയൊന്നും ഇല്ല. അപ്പം പുറത്തത്തെ കുറച്ച് പണിയും കൂടി എടുക്കാനുണ്ട്. പറ്റുകയാണെങ്കിൽ മഴ പെയ്താൽ നമുക്ക് അത് നടക്കൂല. നമുക്ക് ഈ അടുക്കള വേഗം അടുക്കള കിടക്കണ കോലാണിത്. ചായ പരിപാടി മാത്രം കഴിഞ്ഞിട്ട് എന്നിട്ടാണ് അപ്പം ഇങ്ങനെ കിടക്കുന്നത്. ആകെ അലങ്കോളായിട്ട് കിടക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കണം. അപ്പം അതിനിടയ്ക്ക് ഞാൻ നമ്മൾ ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഗ്യാസുമേണ്ട് കുറച്ച് കാലമായിട്ട് നമ്മൾ ഗ്യാസുമേണ് ചോറുണ്ടാക്കാറ്. വെച്ചാൽ ഇവിടെ വിറക് ഭയങ്കര കുറവാണ്. ഇപ്പോൾ നമ്മൾ ലേശം കിട്ടിയിട്ടുള്ള തോട്ടത്തിൽ കൂടെ പോയിട്ട് ഇനി വിറക് വാങ്ങിക്കണം. അപ്പോൾ രണ്ടും കൂടെ വാങ്ങിക്കാണ്ട് നടക്കൂല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഗ്യാസിൽ മാത്രമാണ് ചോറൊക്കെ എല്ലാതും ഉണ്ടാക്കാറ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കാലാവസ്ഥ നല്ല ഒരു കാലാവസ്ഥയായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വിറക് നമുക്ക് കിട്ടിയെന്ന് പറഞ്ഞില്ല. അപ്പോൾ അതൊന്ന് എടുത്തേക്കും കൂടി ഉള്ളത്തെ ഏകദേശം പണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ
ഇതാണ് നമ്മുടെ വിറകട്ടീൻ്റെ അവസ്ഥ. തുള്ളി വിറക് പോലും ഇല്ല, ലേശം ഉണ്ടേന്നുള്ളൂ. എന്താ ചെയ്യുക, എൻ്റെ അവസ്ഥയാണ്. ലേശം വിറക് കിട്ടിയിട്ടുണ്ട് കേട്ടോ, അത് അപ്പുറത്തുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഇതിലേക്ക് എടുത്തേക്കാൻ പോണത്. ഞങ്ങളിപ്പോൾ ഒന്ന് ഇറങ്ങിയപ്പോൾ ചാറ്റിട്ടോ ഞങ്ങൾ ഉള്ളിക്കനെ ഇപ്പോൾ ഒന്ന് ഇങ്ങോട്ട് കുറഞ്ഞിട്ടുണ്ട് മഴ. അപ്പോൾ ഞങ്ങൾ വേഗത്ത് അടുത്ത മഴ കഴിയുമ്പോഴേക്കും ഇതൊന്ന് റെഡി ആക്കട്ടെ എന്ന് വിചാരിച്ചിറങ്ങിയതാണ്. മഴ പെയ്യൊന്നും അറിയില്ല. എന്തായാലും സഹായിക്കാൻ ഏട്ടനെ കിട്ടിയിട്ടുണ്ടേ. ഏട്ടാ ഇപ്പം ഇത് വലിച്ചിട്ടുണ്ടാ, നമുക്ക് അവിടെയുള്ള വിറകേ ആദ്യം എടുത്തേക്കുക, എന്നിട്ട് നമുക്കിത് വലിച്ചിട്ട് റെഡിയാക്കാൻ പറയാം. ആ അതൊക്കെ സെറ്റാക്കാം. അപ്പോൾ ഞങ്ങളിത് ചെയ്യണം കേട്ടോ. അച്ഛനും അമ്മി വിറക് എടുത്തേക്കാണ്. നമുക്ക് ചെറിയ തക്ക കിട്ടിയിട്ട് ഇടയ്ക്ക് മഴ പെയ്തിട്ട് നമ്മൾ നിർത്തി. ഇപ്പോൾ വീണ്ടും മഴ തുറന്നു നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ ഇടങ്ങിച്ചാന്ന് കൊണ്ടുപോയ സ്ഥലവും ഇല്ല, താഴെ ഇപ്പോൾ കുടുങ്ങി നിൽക്കാനും കഴിയുന്നില്ല. അടുത്തത് പൊട്ടിയിട്ടുണ്ട് അവിടെ. അടുത്തത് പൊട്ടുന്ന സൗണ്ട് കേട്ടൂന്ന്. കഴിഞ്ഞു കേട്ടണോ കൂടി. അതിൻ്റെ കാര്യം ഗായ്സ്, അച്ഛൻ ഇവിടെ വർഗൊക്കെ ഒതുക്കി വയ്ക്കാണ്. എടുത്തരാൻ ഇവിടെ എടുത്തരാൻ എൻ്റെ സൈക്കിൾ ഇവിടെ ഉണ്ടോ? ഇത് അവിടെ ഉണ്ടല്ലോ വർഗ്. ഏട്ടനും കൂടി സഹായിച്ചതുകൊണ്ട് ഉള്ള വർഗ്ഗം നമുക്ക് പെട്ടെന്ന് ഒതുക്കി വയ്ക്കാൻ പറ്റിട്ടോ. അപ്പോൾ ഇടയ്ക്കൊരു മഴ പെയ്തു, അപ്പോൾ വീണ്ടും ഇതാ വെയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നല്ലൊരു കാലാവസ്ഥ കിട്ടിയോണ്ട് പെട്ടെന്ന് നമുക്കുള്ള വർഗ്ഗ് റെഡിയാക്കി വയ്ക്കാൻ പറ്റി. അപ്പോൾ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ എത്ര കേട്ടോ. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.